ശ്രീമദ് ഭാഗവതം ക്ലാസ് 126 സ്കന്ധം 6 അധ്യായം 7. ദേവന്മാർ വിശ്വരൂപനെ ഗുരുവായി വരിച്ചത്. അപ്പം ഇതുവരെ പ്രപഞ്ച സൃഷ്ടിയിൽ ഓരോ ഘട്ടമായിട്ട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വംശങ്ങളെപ്പറ്റി പറയുമ്പോൾ അത് കുറേ അങ്ങ് മനുഷ്യൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള കുറേ ഫലങ്ങളുണ്ട്. പല ഘടകങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട്, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തെ സ്വാധീനിക്കുന്നുണ്ട്, ചന്ദ്രൻ്റെ പക്കങ്ങൾ ശുക്ലപക്ഷം കൃഷ്ണപക്ഷം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, സൂര്യൻ്റെ ഭ്രമണപഥം സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരനവധി ജനിതക ഘടന ഉണ്ടാകുമ്പോൾ അത് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഒരനവധി മനുഷ്യരുടെ ജീവജാലങ്ങളുടെ സ്വഭാവവിശേഷങ്ങൾ നിശ്ചയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതെല്ലാമാണ് സൃഷ്ടിക്ക് പിന്നിലുള്ളത് എന്നെല്ലാണ് നമ്മളിപ്പോൾ ഒന്നാം സ്കന്ധം 1 മുതൽ തുടങ്ങിയിട്ട് എല്ലാം കാണുന്നത് ഇതെല്ലാം തന്നെയാണ്. അല്ലാതെ മനുഷ്യനെ നന്നാക്കേണ്ട എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഗ്രന്ഥമല്ല ഭാഗവതം. നമ്മൾ സാധാരണ ഭാഗവത പ്രഭാഷണം എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളെ മോറൽ സയൻസ് പഠിപ്പിക്കും. അതുപോലെ വയസ്സായ ആൾക്കാരെയെല്ലാം, കാരണം ഈ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കാൻ വരുന്ന അധികം പ്രായമുള്ള ആൾക്കാർ, അവരെല്ലാം മോറൽ സയൻസ് പഠിപ്പിക്കുന്നു. ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ജീവിക്കണം, ഇതെല്ലാം പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഭാഗവതത്തെ മാറ്റിയിരിക്കുന്നത്. അതൊന്നുമല്ല. അതിലേക്കൊന്ന് വരിയിൽ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം മടുക്കുമ്പോൾ ചില കഥകളിലേക്ക് വരും. അങ്ങനെ ഇപ്പോൾ ഒരു കഥയിലേക്ക് വന്നിരിക്കുകയാണ്. ദേവന്മാർ വിശ്വരൂപനെ ഗുരുവായി വരിച്ചത് എന്തുകൊണ്ട്? ഇവിടെയുള്ള ഉപദേശങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭരണവർഗത്തെ ഉദ്ദേശിച്ചാണ്. മുകളിൽ നന്നായി കഴിഞ്ഞാൽ ജനങ്ങളുമല്ല അതിനനുസരിച്ച് ഉയരും. അതെല്ലാം മുകളിലുള്ള ഉത്തരവാദിത്തമാണ്. ഭരണം, ഒരു രാഷ്ട്രത്തിൻ്റെ തലവന്മാർ എങ്ങനെ പോകുന്നു അതിനനുസരിച്ചാണ് ജനങ്ങളുടെ നിലവാരം ഉണ്ടാവുക. ഭരിക്കുന്നവരുടെ ഇതിനനുസരിച്ചാണ് നിലവാരങ്ങൾ ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുപോകാൻ പോകുന്നത്. അല്ലാതെ ജനത്തെ പറഞ്ഞ് നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ തലപ്പത്തുള്ളവർക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ഭരണത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ ജനങ്ങൾക്കും അതേ തരത്തിൽ ലക്ഷ്യബോധമുണ്ടാവും. അപ്പോൾ അതിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഒന്നിലെ രാജാവ് പറയുകയാണ്, പരീക്ഷിത്ത് പറയുകയാണ്, എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ദേവഗുരുവിനാൽ ഉപേക്ഷിക്കപ്പെട്ടത്? ദേവഗുരുവാണ് ഓരോ ഭരണത്തിൻ്റെ കീഴിലും ഒരു ഗുരു ഉണ്ടാവും ഉപദേശിക്കാൻ. അത് ബുദ്ധിമാന്മാരാണ്. ഒരു ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന രാജാവ് എന്നത്, ഇപ്പം ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ എന്നത് രാജാവാണെങ്കിൽ രാജാവ് നയിക്കുവാനുള്ള കഴിവുള്ളവനാണ്. പക്ഷേ എങ്ങനെ പോകണമെന്നുള്ളത് ബുദ്ധിമാന്മാർ ഉപദേശിക്കുന്ന തരത്തിലാണ് രാജാവ് പോകേണ്ടത്. പണ്ട് രാജാവിനെ ഉപദേശിക്കാൻ ഇങ്ങനെ ദേവഗുരുവെല്ലാം പോലെയുള്ള ആൾക്കാരുണ്ടാവും. ഇന്നാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്താണ് മന്ത്രിസഭ എന്ന് പറയുന്നത്. മന്ത്രിസഭയിൽ എല്ലാവരും കൂടി ആലോചിച്ച് ചിന്തിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ് രാജാവ് നടപ്പാക്കേണ്ടത്. അല്ലാതെ രാജാവിന് വേറെ പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങളാണ് രാജാവ് നടപ്പാക്കുക. രാജാവിന് നടപ്പാക്കുക എന്നതേ ഉള്ളൂ, സ്വന്തമായിട്ടൊരു തീരുമാനമല്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് മന്ത്രിസഭ അവിടെ കിടക്കും. രാജാവിന് തോന്നുന്ന മാതിരി പ്രവർത്തിക്കും. എല്ലാം രാജാവ് സ്വയം വ്യക്തിപരമായിട്ട് ചെയ്യുന്ന മാതിരിയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം വരുന്നത്. വ്യക്തികൾക്കല്ല അവിടെ പ്രാധാന്യം, മന്ത്രിസഭക്കാണ്. മന്ത്രിസഭ എടുത്ത തീരുമാന ബുദ്ധി, അവിടെയാണ് ബുദ്ധി വരുന്നത്.
രാജാവ് എന്ന് പറയുന്നത്, തലവൻ എന്നത് അതിനെ നടപ്പാക്കുക എന്ന കർമ്മം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഗുരുവിനാണ് അവിടെ പ്രാധാന്യം. യഥാർത്ഥത്തിൽ മന്ത്രിസഭക്കാണ് പ്രാധാന്യം. മന്ത്രിസഭയെ ഡിസ്കസ് ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി ആത്മാർത്ഥമായി നടപ്പാക്കുകയാണ് രാജാവിൻ്റെ ധർമ്മം. അപ്പൊ അയാൾ അധികമൊന്നും അദ്ദേഹത്തിന് നടപ്പാക്കുക എന്ന ഉത്തരവാദിത്തമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നമ്മൾ കാണുന്നത്. മന്ത്രിസഭയെല്ലാം അവിടെ കിടക്കും. മുകളിലുള്ളവർ, ആ രാജാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നവര് അവർക്ക് തോന്നുന്നവര് വായിത്തോന്ന് വിളിച്ചു പറയും, എന്തൊക്കെ വല്ല ചെയ്തു കൂട്ടും. അതിൻ്റെ ദോഷവശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ദേവഗുരുവിനെ ഉപേക്ഷിക്കപ്പെട്ടത്? ശിഷ്യന്മാർക്ക് സംഭവിച്ച അപരാധം എന്താണ്? ഇപ്പം 2 മുതൽ 6 വരെയുള്ളതിൽ ശുഗൻ പറയുകയാണ്, 3 ലോകാധിപത്യത്തിൽ മതിമറന്ന 3 ലോകങ്ങളുടെ അധിപനായിരുന്നു ആര്? ഇന്ദ്രൻ. ഇന്ദ്രൻ 3 ലോകങ്ങളും ഭരിക്കുകയാണ്. ആ ശക്തിവിശേഷം ഇന്ദ്രനായിട്ട് ചിത്രീകരിക്കും. യഥാർത്ഥത്തിൽ അതൊരു രാജാവൊന്നുമല്ല. ഒരു രാജാവിൻ്റെ കഥാപാത്രത്തിലൂടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് നടപ്പാക്കുന്നത് ആരാണ്? ഇന്ദ്രനാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ എന്തോ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഇന്ദ്രൻ വന്നിട്ടാണ് അത് പൂർത്തീകരിക്കുന്നത്. അപ്പൊ ഇന്ദ്രൻ തന്നെയാണ് രാജാവ്. അതുകൊണ്ട് ആ മതിമറന്ന ശിഷ്യന്മാർ അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങൾ മറന്നു. അപ്പോൾ 3 ലോകത്തിൻ്റെ തലവനായി മാറിയപ്പോൾ അദ്ദേഹത്തിന് അധികാരത്തെ മത്തുപിടിച്ചു. അപ്പം അവർ കീഴിലുള്ള ഗുരുവിനോട് എങ്ങനെ പെരുമാറണമെന്ന കാര്യമെല്ലാം, മന്ത്രിസഭയോട് എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യമെല്ലാം അദ്ദേഹം മറന്ന ഇന്ദ്രൻ ഇപ്പം എങ്ങനെ പെരുമാറണം? ഒരു 3 ലോകത്തിൻ്റെ അധിപൻ തന്നെ. പക്ഷേ അധികാരമത്ത് തലക്ക് പിടിച്ചപ്പോൾ ആ ആചാരങ്ങളെല്ലാം മറന്നു. ഗുരുവോട് ചോദിച്ചു ചെയ്യുക, അല്ലെങ്കിൽ മന്ത്രിസഭയോട് ചോദിച്ചു ചെയ്യുക, അതെല്ലാം മറന്നു. ഇതിൻ്റെ മരുത്തുക്കൾ, അഷ്ടവസുക്കൾ, രുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ, ദേവന്മാര്, വസുക്കള്, പിന്നെയോ സിദ്ധന്മാര്, അങ്കീരസുകള് എന്നിവരെല്ലാം, പിന്നെ ഋഷിവര്യന്മാര്, അപ്സരസുകള് എന്നിവരെല്ലാം ഇവരോടെല്ലാം ചുറ്റപ്പെട്ടുകൊണ്ടാണ്, രാജാവിൻ്റെ കീഴിലാണല്ലോ ഇവരെല്ലാം. ഇവരെല്ലാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും 3 ലോകങ്ങളിലുള്ള എല്ലാവരും ചുറ്റപ്പെട്ട്, എന്നിവരാൽ ചുറ്റപ്പെട്ട് ആ സ്ഥാനത്ത്, ആ ഭരണത്തിൻ്റെ തലപ്പത്ത്, ആ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചു. ഇവരെല്ലാം ഈ ചുറ്റുവട്ടത്തിൽ കൂടി നിന്നുകൊണ്ട് ഇവരെല്ലാം അതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പം ഇദ്ദേഹം 3 ലോകത്തിൻ്റെ തലവൻ, രാജാവ്. എന്നിട്ട് അവിടെ ഇരിപ്പുറപ്പിച്ചിട്ട് വെൺകൊട്ടക്കുട ചൂടിയിട്ട് വെഞ്ചാമരം വീശാൻ ആൾക്കാരുണ്ട്. മഹാരാജാവിൻ്റെ ചിഹ്നമായ വെഞ്ചാമരമെല്ലാമുണ്ട്, ആലവട്ടമെല്ലാമുണ്ട്. ഇതെല്ലാം കൂടി ഇന്ദ്രാണിയോടുകൂടി അവിടെ അങ്ങനെ വിരാജിച്ചിരിക്കുവാൻ തുടങ്ങി. ഇന്ദ്രാണിയായിട്ട് സുഖിച്ചിട്ട്, കാരണം ആ ഒരു തലക്ക് ധനം വെച്ചുകൊണ്ട് ആ നിലയിൽ ഇരുന്നു. എൻ്റെ 7 പറയുകയാണ്, ആ അവസ്ഥയിൽ തൻ്റെ ഗുരുവിനെ എഴുന്നേറ്റ് ആചരിക്കുക എന്ന ആചാരം അദ്ദേഹം മറന്നു. ഗുരുവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് ബഹുമാനിക്കണം. കാരണം ബുദ്ധി ഉപദേശിക്കുന്ന ഗുരുവാണ്. പണ്ട് കാലത്ത് അന്നേരം മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയായാലും ബുദ്ധി ഉപദേശിക്കുവാൻ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം മന്ത്രിസഭ ഇവിടെയാണെങ്കിലും മന്ത്രിസഭയുണ്ട്. അല്ലെങ്കിൽ പഠിച്ച വിദ്വാൻമാരായ ആൾക്കാരെല്ലാം തലപ്പത്തുണ്ട്. ബുദ്ധിയുള്ള ബ്രാഹ്മണർ, അതാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ തലപ്പത്ത് മന്ത്രിസഭ മാത്രമല്ല, മന്ത്രിസഭയിൽ സാധാരണ MP-മാരെല്ലാം ആയിരിക്കുമല്ലോ. അവിടെ തന്നെ ഓരോ വിഷയങ്ങളിലും പ്രാവീണ്യം നേടിയ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. അവരെല്ലാം ഉപദേശിക്കുന്നതനുസരിച്ചാണ് മന്ത്രിസഭയിൽ ചർച്ചയെല്ലാം വരേണ്ടത്.
അതാണ് ബുദ്ധി കേന്ദ്രം. എന്നിട്ടെടുക്കുന്ന തീരുമാനം നടപ്പാക്കുക എന്നൊരു കർത്തവ്യം മാത്രമേ രാജാവിനുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് അതെല്ലാം മറക്കും. അപ്പം ആചാര്യനെ ബഹുമാനിക്കണം, അല്ലെ മന്ത്രിസഭയെ ആ തലപ്പത്തുള്ള ബുദ്ധിയുള്ളവരെ ബഹുമാനിക്കണം. അതൊന്നുമില്ല. ഇനി 8 ദേവന്മാർക്കെല്ലാം അഭിവാദ്യനായിരുന്ന ബൃഹസ്പതിയെ, ദേവന്മാർക്കെല്ലാം ഇദ്ദേഹത്തെ വലിയ കാര്യം തന്നെയാണ്, പക്ഷെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തെ കാര്യമായി എടുത്തില്ല. ബൃഹസ്പതിയെ, ദേവന്മാരെല്ലാം അദ്ദേഹത്തെ വലിയ കാര്യത്തിലാണ് ബൃഹസ്പതിയെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ദ്രൻ ഇരുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റില്ല. ഇന്ദ്രൻ മാത്രം ഇദ്ദേഹത്തെ കാണുമ്പോൾ അതിന് കീഴെ, അതായത് ഭരണത്തിന്റെ തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ ആ കക്ഷിക്ക് പിന്നെ എല്ലാം ഞാൻ തന്നെയാണ് തോന്നുന്ന മാതിരി, പിന്നെ ആരെയും ബഹുമാനിക്കില്ല. ആ അവസ്ഥയിലെത്തും. അത് ഇന്നും ബാധകമാണ്. കാരണം രാജാവിന് ഭരിക്കാനുള്ള കഴിവൊന്നുമില്ല, അല്ല ഭരണത്തെ നടപ്പാക്കാനുള്ള കഴിവേ ഉള്ളൂ. അല്ല ബുദ്ധിപരമായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് രാഷ്ട്രത്തെ നയിക്കണമെന്ന് ചിന്തിക്കാനുള്ള കഴിവെല്ലാം ബുദ്ധിയുള്ള വേറെ ആൾക്കാർ ഉപദേശിക്കാൻ വേണം. മന്ത്രിസഭ വേണം, അതിനുള്ള വിദ്യയുള്ള ആൾക്കാർ വേണം. അവർ പറയുന്ന അനുസരിച്ചാണ് രാജാവ് മുന്നോട്ടേക്ക് പോകേണ്ടത്, അല്ലെ ഭരണത്തിൻ്റെ തലവൻ മുന്നോട്ടേക്ക് പോകേണ്ടത്. അല്ലാതെ ഭരണത്തിൻ്റെ തലവന് ഈ കാര്യങ്ങളൊന്നും അത്ര വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, നയിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷേ എങ്ങനെ നയിക്കണം എന്നെല്ലാം പറഞ്ഞ് ഉപദേശിക്കുക, അതിൻ്റെ മാർഗങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ഇവരാണ്. അപ്പം അവർക്ക് തന്നെയാണ് മുൻതൂക്കം. അപ്പം ഉപദേശിക്കുന്ന ബുദ്ധിയുള്ള ആ ഒരു വിഭാഗമുണ്ടല്ലോ, അവരെയാണ് ബ്രാഹ്മണർ അല്ലെങ്കിൽ ഗുരു എന്നെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ സ്ട്രോങ് ആണെങ്കിൽ രാജാവും സ്ട്രോങ് ആയിരിക്കും. ഉപദേശിക്കുന്ന ആ ബുദ്ധി കേന്ദ്രങ്ങളുണ്ടല്ലോ, അവർ നല്ല ആൾക്കാരാണെങ്കിൽ രാജാവ് നല്ല നിലയിലും രാജ്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഗുരുവിനെ അപമാനിക്കും, പക്ഷേ രാജാവിന് തലക്കനം വന്നു കഴിഞ്ഞാൽ അവരെയൊന്നും പറയുന്നൊന്നും കാര്യത്തിലെടുക്കില്ല. ഇവിടെ കാര്യത്തിലെടുക്കാതെയൊന്നുമില്ല, ബഹുമാനിച്ചില്ല. നീ എൻ്റെ കീഴിലാണെന്ന് പറഞ്ഞു, കീഴിലാണെന്ന നിലയിൽ കാണുമ്പോൾ ബഹുമാനിച്ചു. യഥാർത്ഥത്തിൽ അവരെ ബഹുമാനിക്കണം. രാജാവ് ഞാൻ അധികാരത്തിൻ്റെ തലപ്പത്താണെന്ന് വെച്ചത് കൊണ്ടായില്ല. ഈ ബുദ്ധി കേന്ദ്രങ്ങളെയെല്ലാം മന്ത്രിസഭയെ അടക്കം ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. കാരണം അദ്ദേഹത്തിന് വേണ്ട മാർഗനിർദ്ദേശം ചേർക്കുന്ന വിഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ 9 ക്രാന്തദർശിയും ശാപം നൽകുവാൻ സമർത്ഥനുമായ ബൃഹസ്പതി ഐശ്വര്യത്താലുള്ള മനോവൃത്തിയാലാണ് ഇതെന്നറിഞ്ഞിട്ട്, ഐശ്വര്യം അങ്ങ് കിട്ടിയപ്പോൾ കണ്ണ് കാണാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ പെരുമാറിയത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും ഉരിയാടാതെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും മിണ്ടിയില്ല, നേരെ വീട്ടിലേക്ക് പോയി. 10 അത് കണ്ട ഇന്ദ്രൻ, ഇതപ്പോൾ ഇന്ദ്രൻ കണ്ട്, അപ്പോൾ അങ്ങേർക്ക് പിടികിട്ടി തൻ്റെ താൻ ആചരിക്കേണ്ടതായ ആ കർമ്മം തെറ്റാണെന്ന് അദ്ദേഹത്തിന് അപ്പോൾ തിരിച്ചറിവുണ്ടായി. ഞാൻ പ്രവർത്തിച്ച ശരിയായില്ല, അദ്ദേഹത്തെ ബഹുമാനിക്കാതെ കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായിട്ട് തന്നെ നിന്ദിച്ചു. കാരണം അങ്ങേരില്ലാതെ ഇങ്ങോട്ട് മുമ്പ് സാധാരണ ഒരു മുകളിലിരിക്കുന്ന ആ ഭരണാധികാരി, അതായാലും ഇന്ന് രാജാവല്ല വേറെ ആൾക്കാരാണ്, അവർക്കറിയാം അവർക്ക് വേണ്ട ഉപദേശങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് വേറൊരു നല്ലൊരു വിഭാഗമുണ്ട്. മന്ത്രിസഭ മാത്രമല്ല, ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. അവരുടെയാണ് ഇവർ എന്ത് പ്രശ്നത്തിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. അപ്പം അവരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർ വെള്ളം കുടിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ അവരെ ഭരിക്കാൻ നിൽക്കും, അവിടെയാണ് ഈ കുഴപ്പം. ബഹുമാനിക്കാൻ പറ്റില്ല, ബഹുമാനിക്കില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അത് തിരിച്ചറിഞ്ഞ് എൻ്റെ കാര്യം പോക്കാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പറയുന്നില്ലേ, കഷ്ടം എൻ്റെ പ്രവൃത്തി ശരിയായില്ല, കഷ്ടമായിപ്പോയി, എൻ്റെ പ്രവൃത്തി ശരിയായില്ല. അല്പബുദ്ധിയാൽ ഐശ്വര്യം മൂലം
ഞാനെന്ത് ചെയ്തില്ല, ആചാര്യനെ അവഹേളിക്കുകയാണ് ചെയ്തത്. അല്പബുദ്ധി മൂലം, ഐശ്വര്യം മൂലം, അല്പബുദ്ധിയാൽ എൻ്റെ ബുദ്ധി ശരിക്കും നിന്നില്ല. ഐശ്വര്യം ഇഷ്ടമാരിയുണ്ട്, കാരണം 3 ലോകങ്ങളുടെയും രാജാവാണ്. അപ്പോൾ ഐശ്വര്യം ഇഷ്ടമാരിയുണ്ട്, പക്ഷെ ബുദ്ധി അല്പമായിപ്പോയി. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, യഥാർത്ഥത്തിൽ എൻ്റെ പ്രവൃത്തി ആചാര്യനെ അവഹേളിക്കുന്നത് തന്നെയാണ്. എന്നിട്ട് 12 പറയുകയാണ്, അറിവുള്ള ഏതൊരാളാണ് ഐശ്വര്യത്തിൽ മതിമറക്കുക. അദ്ദേഹത്തിന് സ്വയം തോന്നി, അറിവുള്ളവരൊരിക്കലും ഐശ്വര്യത്തിൽ മതിമറക്കരുത്. യാതൊരു ഐശ്വര്യത്താൽ ഞാൻ സാസ്തിക ബുദ്ധിയാൽ ദേവലോകത്തെ തലവനായോ, ദേവന്മാരുടെ എല്ലാം തലവനായോ, അതേ ഞാൻ എൻ്റെ ദേവഗുണത്താലാണ്, ഈ ദേവന്മാരുടെ നല്ല സ്വഭാവത്താലാണ് ഐശ്വര്യത്തോടുകൂടി ഇത്രയും നല്ല ഉയർന്ന പൊസിഷനിലെത്തിയത്. എൻ്റെ നല്ല ദേവ സ്വഭാവത്തോടു കൂടിയാണ് ഞാൻ ഈ ദേവന്മാരുടെ ഈ 3 ലോകത്തിൻ്റെ എല്ലാം, ദേവന്മാരുടെ രാജാവാണ്, ഈ 3 ലോകത്തിൻ്റെ രാജാവായി മാറിയത്. പക്ഷെ ഈ അവസരത്തിൽ ഞാൻ എന്തായിപ്പോയി, അസുര സ്വഭാവത്തോടു കൂടിയവനായിപ്പോയി. അസുരന്മാർക്കാണ് എന്തുള്ളത്, ഞാനെന്ന അഹങ്കാരം. ആ അധികാരം കിട്ടുമ്പോൾ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഞാനാണ് എന്ന അഹങ്കാരം വരുന്നത് അസുരന്മാർക്കാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അസുര സ്വഭാവമായി പോയി. എന്നിട്ട് 13 പറയാണ്, മഹാരാജാവിൻ്റെ സിംഹാസനത്തിൽ കരയേറിയിരിക്കുന്നവൻ ആരെയും ആദരിക്കേണ്ടതില്ല എന്ന് ആര് ധരിക്കുന്നുവോ അവൻ പരമ അധർമ്മത്തെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് മഹാരാജാവെന്ന സിംഹാസനത്തിൽ ഒരു ഭരണത്തിൻ്റെ തലപ്പത്തിൽ ഇരുന്നിട്ട് അവിടെ എത്തുമ്പോൾ ഇനി ഞാൻ ആരെയും ആദരിക്കേണ്ടതില്ല എന്ന ചിന്ത വെച്ച് പുറത്തുന്നവൻ, എന്ന് ധരിക്കുന്നവൻ ശരിയായ ധർമ്മത്തെ അറിയുന്നില്ല, അവൻ അധർമ്മമാണ് പ്രവർത്തിക്കുന്നത്. ഇനി 14, പിഴച്ച വഴി കാട്ടിത്തരുന്നവരും. അപ്പം അതിനും ചില ആൾക്കാർ ഉപദേശിക്കാൻ പേടിയുണ്ടാവും. ഇനി അവന്മാരെന്ന സാറ് അതിനെയൊന്നും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല, സാറാണ് ഇപ്പോൾ അതിൻ്റെ തലപ്പത്ത്, മറ്റവരെല്ലാം കീഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അത് സാറിൻ്റെ ഭാര്യ അങ്ങ് പോകണമെന്ന് കീഴെ ഉപദേശിക്കാൻ ചിലവരുണ്ടാവും. കാരണം അത് അവർക്ക് സ്വാർത്ഥ താല്പര്യത്തിന് സോപ്പടിക്കുന്ന വിഭാഗമാണ്. ഇന്നവർക്ക് ഉപജാപവൃന്ദം എന്നെല്ലാം പറയും. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് രാജാവിൻ്റെ അടുത്തിരിക്കേണ്ടത്. അതാണ് ഗുരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരാണ് രാജാവിനെ ഉപദേശിക്കേണ്ടത്. പക്ഷേ ആ രാജാവിൻ്റെ കീഴിൽ ഭരണാധികാരിയുടെ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭരണാധികാരിയുടെ ചുറ്റുവട്ടത്ത് കുറേ സിൽബന്ദികൾ കയറി വരും. എന്നിട്ട് അവരെന്ത് പറയും, പിഴച്ച വഴി കാട്ടിക്കൊടുക്കും. അവർ പറയും ആരാ, ബാക്കിയിൽ അവരെല്ലാം എന്താ താറിൻ്റെ കീഴിൽ അവരൊന്നും പറയുന്നതൊന്നും കേൾക്കണ്ട, താറിൻ്റെ ഇങ്ങനെയെല്ലാം അങ്ങ് ചെയ്തേച്ചാൽ മതി എന്ന് പറയാം. പിഴച്ച വഴി കാട്ടിക്കൊടുക്കുന്നവരും അറിവില്ലായ്മയുടെ ഏറ്റവും അടിയിലെ അവസ്ഥയിലെത്തുന്നവരും, അറിവില്ലായ്മയുടെ ഏറ്റവും താഴത്ത് നിൽക്കുന്നവരും. അപ്പം പിഴച്ച വഴികൾ നിർദ്ദേശിക്കുന്നവര് ഒരു ജ്ഞാനവുമില്ല, അറിവില്ലായ്മയുടെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവരുടെയും വാക്കിനെ ശ്രദ്ധിക്കുന്നവൻ കരിങ്കൽ തോണിയിൽ കയറിയ പോലെ മുങ്ങിപ്പോകും. അപ്പോൾ ഭരണത്തിലിരിക്കുന്നവര് ശരിയായ ബുദ്ധി കേന്ദ്രങ്ങളെ ആശ്രയിച്ചിട്ട് വേണം ഭരണം നടത്താൻ. എല്ലാം പഠിച്ച് ജ്ഞാനമുള്ളവരെ അതിന് പകരം വിവരമില്ലാത്ത തെറ്റായ വഴി ഉപദേശിക്കുന്ന സിൽബന്ദികളെ വെച്ചുകൊണ്ട് ഭരണം നടത്തുകയാണെങ്കിൽ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ തോണി പോലെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഇതെല്ലാം അദ്ദേഹം ചിന്തിക്കുകയാണ്.
15 ഞാൻ ബ്രാഹ്മണനും അതിബുദ്ധിമാനുമായ ദേവഗുരുവിനെ മടി കൂടാതെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ജനനം കൊണ്ട് കിട്ടുന്നതല്ല, ബുദ്ധി കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഉപദേശിക്കാനുള്ള ശരിയായ ജ്ഞാനമുള്ളവര്, ഭരണത്തെ നയിക്കുവാൻ കഴിവുള്ള, ജ്ഞാനം പകർന്നു നൽകുവാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണർ. അതിബുദ്ധിമാനായ ദേവഗുരുവിനെ എന്തുകൊണ്ട് ഞാൻ ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യും? മടി കൂടാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ശിരസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ സ്പർശിച്ചിട്ട് പ്രസാദിപ്പിക്കും. അപ്പം അദ്ദേഹം തീരുമാനിച്ച് ഇത് ഇല്ലാതെ പരിപാടി നടക്കില്ല. എല്ലാ ഭരണാധികാരികൾക്കും അറിയാം കാര്യങ്ങൾ എന്തൊക്കെ വിഷമഘട്ടമെല്ലാം വരുമ്പോൾ ഉപദേശിക്കുന്ന ആൾക്കാരെല്ലാം വേണമെന്നു. പക്ഷേ അഹങ്കാരം തലക്ക് കയറുമ്പോൾ പലതും നീയൊന്നും വേണ്ട, ഞാനൊന്ന് തീരുമാനിക്കുക, കുടുംബ ഇവന്മാരുടെ കാലിൽ വീഴും. ഇതാണ് ഇവന്മാരുടെ പരിപാടി. അപ്പം ഇതേ പറയാണ്, ഞാൻ പോയിട്ട് പ്രസാദിപ്പിച്ചു. 16 ഇപ്രകാരം ദേവേന്ദ്രൻ ആലോചിച്ചു കൊണ്ടിരിക്കെ, അപ്പം ദേവേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുമ്പം തന്നെ ത്രിലോകജ്ഞാനിയായ അദ്ദേഹത്തിന്, ദേവഗുരുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇയാളിനി എൻ്റെ നോക്കിയിട്ട് പിന്നാലെ വരുന്നറിയാം. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗൃഹത്തിൽ നിന്നങ്ങ് മാറിക്കളഞ്ഞു. ഇവനെ വന്ന് പഠിപ്പിക്കണം എന്നുള്ള ഇത് തന്നെ, അപമാനിച്ചല്ലേ. അദ്ദേഹം ഗ്രഹത്തിൽ നിന്ന് മാറിക്കളഞ്ഞു. ഇപ്പം വരുന്നറിയാം, അതുകൊണ്ട് വീട്ടിൽ നിന്നില്ല, അവിടെ നിന്ന് സ്ഥലം മാറിക്കളഞ്ഞു. എൻ്റെ 17 ഗുരുവിനെ കാണുവാനുള്ള ഒരു വഴിയും ഫലിക്കാതായപ്പോൾ ഗുരുവിനെ തപ്പിയോക്കിനൊന്നും ഗുരുവിനെ കാണാനില്ല. അതോടുകൂടി അദ്ദേഹം ആകെ കുഴപ്പത്തിലായി. അദ്ദേഹം ദേവന്മാരോടെല്ലാം കൂടിയിരുന്ന് ആലോചിച്ചു. ബാക്കിയുള്ള ദേവന്മാരെയെല്ലാം വിളിച്ചിരുന്നിട്ട് ആലോചിച്ച്, ഇനിയിപ്പോൾ എന്താ ഈ അദ്ദേഹം ഇല്ലാതെ ഉപദേശിച്ച് എനിക്ക് ഈ വഴി യഥാർത്ഥത്തിൽ രാജാവായിരിക്കാൻ, ഭരണത്തിൻ്റെ തലപ്പത്ത് കസേരയിലിരിക്കാനേ അറിയുള്ളൂ. പക്ഷേ ബുദ്ധി ഉപദേശിക്കുന്ന മുഴുവൻ ആരാണ്? ഈ കീഴിലുള്ളവരാണ്. അപ്പം നമുക്കും വേണ്ടിക്ക് എന്ത് ആകാം? ഭരണത്തിൻ്റെ മുകളിലുള്ള തലപ്പത്തെല്ലാം കയറിയിരിക്കാൻ, ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. പക്ഷെ നമുക്കത് ചുക്ക അറിയാം, ഭരണത്തെപ്പറ്റി അക്കൗണ്ടൻസി അറിയില്ല, സയൻസ് ഇപ്പം ബഹിരാകാശ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാൻ നമുക്കെന്ത് വിവരമുണ്ടാവുക? അതിനാണ് അവിടെ എന്തിരിക്കുന്നത്? ബുദ്ധി യന്ത്രങ്ങളെ വെച്ചിരിക്കുന്നത് ഗുരു. അതാണ് ഗുരു കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് ബ്രാഹ്മണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിലെല്ലാം ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഇടക്ക് ഒപ്പിടിയുള്ളൂ. പക്ഷെ ആ കസേലയിൽ ഇരിക്കുമ്പോൾ ഞാനാണല്ലോ ഏറ്റവും വലിയ, ഇവനല്ല എൻ്റെ ശമ്പളക്കാരനല്ലേ. പിന്നെ അവിടെയാണ് ഈ കുഴപ്പങ്ങൾ വരുന്നത്. എന്നാൽ ചില സ്ഥലത്ത് അങ്ങനെയല്ല. ചില സ്ഥലത്ത് അവിടെയുള്ള ഭരണ സംവിധാനം എടുക്കുന്ന തീരുമാനത്തിൻ്റെ അപ്പുറം ഈ തലവനൊന്നും ചെയ്യില്ല. അവര് ആ ഭരണ സംവിധാനം ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ തലപ്പത്തുള്ളവർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ ആ ഭരണ സംവിധാനവും രാജ്യവും ഒന്നിച്ച് അവരുടെ പിന്നിലുണ്ടാകും. നമുക്ക് തോന്നും അവനാണ് ഏറ്റവും വലിയ, എല്ലാവരെയും ജനങ്ങളെ മുഴുവൻ പേടിപ്പിച്ചിട്ടാണ് അവൻ ഭരിക്കുന്നത്, അവൻ ഏകാധിപതിയാണെന്നെല്ലാം നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ അധികാരങ്ങൾ നടപ്പാക്കുന്നേ ഉള്ളൂ. ജനങ്ങളുടെ ഒരു സംവിധാനം അവിടെ ഉണ്ടാകും. ആ സംവിധാനത്തിൽ ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അത് നടപ്പാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറ്റമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര കാലം അവിടെ ഇരിക്കാൻ പറ്റും? കാരണം ഈ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരെ, താഴെയുള്ളവരെല്ലാം മറന്നുകൊണ്ട് സ്വയം തലപ്പത്തെത്തുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് എന്ന് വെച്ച് കളിക്കുന്നവരാണ് കരിങ്കൽ തോണിയിൽ കയറിയിട്ട് വരുമ്പോൾ പൊളിഞ്ഞു പോകുന്നത്. അധികാരമൊന്നും ഇരിക്കാൻ പറ്റില്ല, കാലാവധി ഒന്നും ഇരിക്കാൻ പറ്റില്ല, ഇടക്കിടക്ക് പൊളിഞ്ഞു വരും. പക്ഷേ അതെല്ലാം ഒരു കൂട്ടായ്മയിലൂടെ തീരുമാനമെടുത്ത്
നടപ്പാക്കാനുള്ള വ്യക്തി അത് നടപ്പാക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ അയാൾ സ്ഥായിയായിട്ട് അവിടെ ഇരിക്കും. കാരണം അയാൾ അവിടെ ഇരിക്കുന്ന അയാളുടെ ഞാനെന്ന ഭാവത്തിലല്ല, തീരുമാനങ്ങൾ മുഴുവൻ കീഴെന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു നീ പോയി നടപ്പാക്കും. അയാൾ അതിന് എതിരായിട്ട് ഒരു ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ നിന്ന് തെറിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സംവിധാനമാണ് വേണ്ടത്. പോട്ടെ. അപ്പൊ അദ്ദേഹം ദേവന്മാരോട് കൂടിയായിരുന്നു ആലോചിച്ചിട്ട് ഒരു മനസ്സിന് സമാധാനവും കിട്ടിയില്ല, ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല. 18 ഇതറിഞ്ഞ അസുരന്മാര് ഈ തക്കം നോക്കിയിട്ട് അസുരന്മാരെന്ത് ചെയ്തു? ശുക്രാചാര്യരുമായിട്ട് ആലോചിച്ചിട്ട്, ശുക്രാചാര്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യരോട് ആലോചിച്ചിട്ട് ദേവന്മാരുടെ യുദ്ധത്തിൽ അംഗീകരിച്ചത്. അവരെ കയറിയിട്ട് ആക്രമിച്ചു. കാരണം ആക്രമിക്കുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കാരണം യുദ്ധതന്ത്രങ്ങളൊന്നും അറിയില്ല. ആ ഭരണത്തിന്റെ കസേലയിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷെ യുദ്ധതന്ത്രങ്ങളൊന്നും അറിയില്ല. എന്ത് ചെയ്യാനാണ്? അതെല്ലാം അതിനുള്ള ജ്ഞാനമുള്ള ആൾക്കാർ ഉപദേശിക്കാൻ ഗുരു പോലെയുള്ളത്. നമ്മളെ മഹാഭാരതത്തിലുള്ള ഗുരു എന്ന് പറയുന്നത് ആയുധങ്ങളെല്ലാം അഭ്യസിച്ച വ്യക്തിയാണ്. അപ്പം അവരാണ് യുദ്ധം നിയന്ത്രിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഗുരു ഉപദേശിക്കാനില്ല. അതുകൊണ്ട് അസുരന്മാർ കയറി ആക്രമിച്ചു. അതോടുകൂടി എന്ത് പറ്റി? 19 അവരയച്ച അസ്ത്രങ്ങളാലും അസ്ത്രങ്ങളത് മൂർച്ചയുള്ള അസ്ത്രങ്ങളാൽ തലയും തുടയും ഭുജങ്ങളും എല്ലാം നഷ്ടപ്പെട്ട മാതിരി ദേവന്മാര് തറച്ചിട്ട് ശരീരം കീറി വിണ്ട് കീറിയല്ലായിട്ട് ദേവന്മാര് തല താട്ടിക്കൊണ്ട് ദേവേന്ദ്രനോടുകൂടി ബ്രഹ്മാവിനെ പോയി സമീപിച്ചു. ആകെ തോറ്റോടി. അതുവരെ ഇന്ദ്രൻ ശൈലിയിലിരിക്കുകയായിരുന്നു, ഞാനാണ് പ്രഥമ 3 ലോകം ഭരിച്ചിരിക്കുന്നത്. ആരാണ് ഇതിന് വേണ്ട ഉപദേശം കൊടുക്കുന്നത്? ഗുരുവാണ്. കീഴെയുള്ള ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. അവരൊക്കെ മുന്നേ പോയി ഇദ്ദേഹത്തിൻ്റെ അതും പോയി എല്ലാം പോയി. അസുരന്മാർ കയറി ആക്രമിച്ച് കൈയും തലയും എല്ലാം മുറിഞ്ഞിട്ട് തലയും മുരിച്ചുകൊണ്ട് ഇട്ടെറിഞ്ഞ് ഓടി. എന്നിട്ട് ദേവന്മാരെ എല്ലാം കൂട്ടിയിട്ട് ആരടുത്ത് പോയി? ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. സകലജ്ഞാനിയായ ബ്രഹ്മദേവൻ അധികമായ ഇവരുടെ സങ്കടമെല്ലാം മനസ്സിലാക്കി അധികമായ കാര്യത്തോടെ അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. ഇവരുടെ ദുർഗതി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 21 ഹാ കഷ്ടം, നിങ്ങളുടെ പ്രവൃത്തി വളരെ മോശമായി പോയി. നിങ്ങളുടെ പ്രവൃത്തി തീരെ ശരിയായില്ല. കാരണം ഐശ്വര്യം നിമിത്തം, നിങ്ങൾക്ക് ആ സീറ്റിലിരിക്കുമ്പോഴുള്ള ഐശ്വര്യം നിമിത്തം ബ്രഹ്മജ്ഞാനിയും ജിതേന്ദ്രിയനുമായ ഗുരുവിനെ ആദരിച്ചില്ല. ആ കസലയിലിരിക്കുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരെ സഹായത്തിനായിട്ട് ഉപദേശം നൽകുന്ന ബുദ്ധിയുള്ള ഗുരുവിനെ അതേ നിങ്ങൾ ആദരിച്ചില്ല. അവരുടെ കഴിവും കൊണ്ടാണ് ആടിയിരിക്കുന്നത്, അല്ലാതെ നിങ്ങളെ കഴിവുകൊണ്ടതല്ല. നിങ്ങൾക്ക് അവരുപദേശിക്കുന്ന വഴിയിൽ പ്രവർത്തിക്കാനുള്ള, അതിൽ നടപ്പാക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ക്ഷത്രിയ സ്വഭാവമാണുള്ളത്. ക്ഷത്രിയർക്ക് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറവാണ്. ക്ഷത്രിയർക്ക് ബുദ്ധി ഉപദേശിക്കാനാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണർക്ക് പക്ഷേ നടപ്പാക്കാൻ പറ്റില്ല. നടപ്പാക്കണ്ടെങ്കിൽ ക്ഷത്രിയര് കണ്ണമാണ്. പക്ഷെ അവിടെ ക്ഷത്രിയരായിട്ട് ഇരിക്കണ്ടെങ്കിൽ ബുദ്ധിയുള്ളവരുടെ ബ്രാഹ്മണരുടെ സഹായം വേണം. എന്നിട്ട് 22 പറയുന്നത്, ആ നെറികേട് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ശത്രുക്കളാൽ പരാജയപ്പെട്ടത്. ആ നെറികേട് കൊണ്ടാണ് നിങ്ങളിപ്പം തോറ്റിരിക്കുന്നത്. എല്ലാം തികഞ്ഞ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞ നിങ്ങൾക്ക് അതിലൊരംശം മാത്രമുള്ള അസുരന്മാരാൽ തോൽക്കേണ്ടി വന്നു. അസുരന്മാർക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല, നിങ്ങളത്ര ഗുണവും കഴിവൊന്നും അവർക്കില്ല. എന്നിട്ടും അവരുടെ മുമ്പിൽ നിങ്ങൾ തോറ്റു. ഇതെന്തുകൊണ്ട്? ഗുരുവിൻ 23 പറയാണ്,
ഗുരുവിനെ കൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചപ്പോൾ, ഗുരു നിങ്ങളിൽ കളഞ്ഞു പോയപ്പോൾ ഗുരുനിന്ദ കൊണ്ട് നിങ്ങൾ എന്താ പറ്റിയ, നിങ്ങൾ ക്ഷീണിച്ചു. എന്നാൽ ശുക്രാചാര്യരെ ഭക്തിപൂർവം ആരാധിച്ചു ആര്? അസുരന്മാർ. അസുരന്മാർ അവരുടെ ഗുരുവെ ശുക്രാചാര്യരെ ആരാധിച്ചു. അപ്പോൾ അസുരന്മാരെന്ത്, അപ്പോൾ ആ ശുക്രാചാര്യൻ എന്ത് ചെയ്തു? വേണ്ട ബുദ്ധി ഉപദേശിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അസുരന്മാർ പോയി അറ്റാക്ക് ചെയ്തു. അതോടെ അസുരന്മാർ ശക്തി പ്രാപിച്ചു. അവര് ശുക്രനെ ദൈവമായി തന്നെ കാണും. ശുക്രാചാര്യരെ ദേവസ്വഭാവമല്ല, അസുര സ്വഭാവമാണ്. അവരെ ദൈവമായിട്ട് കാണുകയാണ്. അപ്പൊ അവരുടെ ഗുരുവിനെ ദൈവമായി കണ്ടു കഴിഞ്ഞാൽ ആ ശുക്രാചാര്യർ ചിലപ്പോൾ എന്ത് ചെയ്യും? എന്നെയും തന്നെ ഇവിടുന്ന് എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും, എൻ്റെ സ്ഥലവും കൂടി പിടിച്ചടക്കി എന്ന് വരും. ആരുടെ? ഈ ബ്രഹ്മാവിൻ്റെ സ്ഥലവും പോലും ഈ ശുക്രാചാര്യരെ അസുരര് അവരുടെ ദൈവമായി കാണുകയാണ്. അസുരന്മാർ ശുക്രാചാര്യരെ ദൈവമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു അസുര സ്വഭാവമാണ്, എന്നിട്ടും ദൈവമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഗുരുഭക്തി ഉള്ളത് കൊണ്ട് നാളെ ഇവർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളെ അവിടെ നിന്ന് ഓടിച്ചിട്ടല്ലേ ഉള്ളൂ. നാളെ ഇനിയിപ്പോൾ ബ്രഹ്മലോകവും അദ്ദേഹം വന്ന് അവർ വന്നിട്ട് കീഴടക്കും, എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. അപ്പം ബുദ്ധിയുള്ളവരാണ് ലോകത്തെ നയിക്കുന്നത്, അല്ല രാജാവല്ല. അത് രാജാവ് മനസ്സിലാക്കണം. എന്നിട്ടോ 24 ഭേദിക്കാൻ കഴിയാത്ത മന്ത്രബലമുള്ള അവർ സ്വർഗലോകത്തെ വകവെക്കുമോ? അവർക്ക് അത്രയും, ശുക്രാചാര്യർക്ക് അത്രയും വലിയ മന്ത്രബലമുണ്ട്. അതുകൊണ്ട് അവർ സ്വർഗലോകത്തെ തന്നെ വകവെച്ചെന്ന് വരില്ല. അവർക്ക് നല്ലൊരു ഗുരുവുണ്ട്, ആ ഗുരുവിൻ്റെ മന്ത്രബലമുണ്ട്, ആ ഗുരുഭക്തിയും ഉണ്ട്. പക്ഷെ നയിക്കുന്നത് അസുരരാണ്. അതുകൊണ്ട് ആ ഗുരുഭക്തി ഉള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റെതായ മന്ത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ സ്വർഗത്തെ ലോകത്തെ ഒന്നും വകവെക്കില്ല. ബ്രാഹ്മണർ, വിഷ്ണു, പശു എന്നിവരെ അനുഗ്രഹിക്കപ്പെടാത്തവരായിരിക്കുന്ന ജനനായകർക്ക് അമംഗളങ്ങൾ സംഭവിക്കും. ബ്രാഹ്മണരെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരെ. നമ്മൾ ഈ ബ്രാഹ്മണരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ബ്രാഹ്മണർ ചിന്ത വരുന്നത് അതും ഇല്ല. ബുദ്ധിമാന്മാരായ ഒരാള് ഇപ്പോൾ രാജ്യത്തിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകുമ്പോൾ അവര് വോട്ടിട്ടിട്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് തന്നെ എത്തുന്നവരാണ്. അവർക്ക് ഭരണത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. അക്കൗണ്ടൻസി ഒന്നും പഠിച്ചിട്ടല്ല അവിടെ ഇരിക്കുന്ന, മിലിറ്ററി നിയമങ്ങളൊന്നും പഠിച്ചിട്ടല്ല അവിടെ ഇരിക്കുന്ന. അപ്പം അതെല്ലാം നോക്കി കിടക്കാൻ ബുദ്ധിമാന്മാരായ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പം അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചും മന്ത്രിസഭ നിർദ്ദേശിക്കുന്ന അനുസരിച്ചും നടപ്പാക്കുക മാത്രമേ അദ്ദേഹത്തിന് കഴിവുള്ളൂ, പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് അവര് ഞാനാണ് എന്നുള്ള അഹങ്കാരം ആദ്യം കളയണം. അവർക്ക് നടപ്പാക്കുക. നമ്മൾക്ക് ഇന്നൊരു ധാരണയുണ്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ്, ബുദ്ധിപരമായിട്ട് അയാൾ എന്തെല്ലോ ആണെന്ന് വെച്ചിട്ട് പൊക്കി അങ്ങ് അടിക്കുന്ന പരിപാടിയുണ്ട്. അവരെല്ലാം ലോകത്തെ കൊണ്ടുപോകുന്നത്. അതിന് വേറെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, അവരുടെ സപ്പോർട്ടിലാണ് അവരത് നടപ്പാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കണം. ആ ഉപദേശമാണ് നൽകുന്നത്. അപ്പോൾ ബ്രാഹ്മണരെ, വിഷ്ണു, ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്നവരെ നിർദ്ദേശിക്കാൻ കഴിവുള്ള, അപ്പം മന്ത്രിസഭയിലുള്ളവരും അത്രയും ജ്ഞാനമുള്ളവരാണെങ്കിൽ ആ ഭരണാധികാരികൾക്ക് വളരെ നല്ലോണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഉദ്യോഗസ്ഥ തലപ്പത്തിരിക്കുന്നവർ നല്ല നിസ്വാർത്ഥമതികളായ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ അവരുടെ ഫലത്തിലാണ് ആ രാഷ്ട്രത്തിൻ്റെ പുരോഗതി കിടക്കുന്നത്, ആ ഭരണാധികാരിയുടെ ഉന്നതി കിടക്കുന്നത്. പിന്നെയോ വിഷ്ണുവാണ് കാലമാണ് എല്ലാം തീരുമാനിക്കുന്നത്. കാലം തീരുമാനിക്കുന്ന വഴിയേ പോവുകയുള്ളൂ. അല്ലാതെ നമ്മളത് ആ ചിന്ത ഒഴിവാക്കണം. നമ്മളൊന്നും അല്ല, കാലമാണ്. പിന്നെയോ പശു എന്ന് പറയുമ്പോൾ അവിടെ ജീവജാലങ്ങളെ എല്ലാത്തിനെയും, കീഴെയുള്ള എല്ലാറ്റിനെയും തന്നെയാണ് പശുവായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ജനങ്ങളെ മുഴുവൻ എന്നിവരാൽ അവരെ എല്ലാം അവരുടെ എല്ലാം അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ
ജനനേതാക്കൾക്ക്, ഈ ജനനായകർക്ക് അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ അവരെന്തായിരിക്കണം? എല്ലാ ജനങ്ങളോടും നല്ല അവർക്ക് വേണ്ടി ഭരിക്കണം, അവരെ നയിക്കുന്നത് ചിന്തകരായിരിക്കണം. അങ്ങനെയുള്ള അതിന് കാലവും അനുകൂലമായിട്ട് വരണം. അതാണ് വിഷ്ണു. എങ്കിൽ അവർക്ക് ഭരണത്തിൽ ഒരു തകർച്ചയും വരില്ല. അവർ സ്ഥിരമായിട്ട് ആ സീറ്റിലിരിക്കും. അവർ ഭരണത്തിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകുന്നില്ല. അങ്ങനെയുള്ള ജനം ഭരണത്തിൽ നിന്ന് മാറി മാറി പോകുന്നില്ല. എത്രയോ കാലം അവർ തന്നെ ഇരിക്കും. അല്ലാതെ ഞാനാണ്, എൻ്റെ കഴിവാണ്, വ്യക്തിപരമായിട്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അധികാരമാണ് ഇരിക്കാൻ പറ്റില്ല. അവർ പെട്ടെന്ന് ഇറങ്ങി താഴോട്ടേക്ക് വരും. ആകയാൽ 25 പറയുന്നു, ഉടൻ തന്നെ ആത്മജ്ഞാനനിഷ്ഠനും നല്ല ആത്മജ്ഞാനമുള്ളവനും തപശക്തിയുള്ളവനും ത്വഷ്ടാവിൻ്റെ പുത്രനും ബ്രാഹ്മണനുമായ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളായ വിശ്വരൂപനെ വേഗം സമീപിക്കുക. നിങ്ങൾ ഉടനെ പോയിട്ട് വിശ്വരൂപനെ കണ്ടോളൂ. അദ്ദേഹത്തിന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അവൻ്റെ അസുര സ്വഭാവം കൂടി നിങ്ങൾ സഹിക്കണം. അവൻ പക്ഷേ അസുരനാണ് ആള്. അതുകൊണ്ട് അവൻ്റെ സ്വഭാവം കൂടി നിങ്ങൾ സഹിച്ചോളണം. അങ്ങനെയെങ്കിൽ അവർ നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും. അങ്ങനെ നിങ്ങൾ പോയിട്ട് അവനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഗുരുവായിട്ട് അവൻ വരും. 26 ശ്രീ ശുകൻ പറയുകയാണ്, ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം അവർ അകത്തവരായി അവരുടെ പരിതാപത്തിൽ നിന്ന് അവർ നേരെ ത്വഷ്ടാവിൻ്റെ പുത്രനായ വിശ്വകർമാവ് എന്ന ഋഷിയെ സമീപിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഗാഠാലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. 27 ഇന്ദ്രൻ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നല്ല കഴിവുള്ള വ്യക്തിയാണ്. പോയിട്ട് കെട്ടിപ്പിടിച്ചു. പക്ഷെ ഇവൻ ചെറിയ പയ്യനാണ്. ആര്? ഇവൻ. പക്ഷെ ബുദ്ധി എല്ലാം അതിനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. അസുരരാണ്. പക്ഷേ ഇവരെല്ലാം വലിയ ആൾക്കാരുണ്ടല്ലോ, പ്രായമായ ആൾക്കാർ. ഞങ്ങൾ നിങ്ങളുടെ ആശ്രമത്തിൽ അതിഥിയായി വന്നു. അത് തന്നെ പറയാണ്, നമ്മൾ നിങ്ങളുടെ ആശ്രമത്തിൽ അതിഥിയായിട്ട് വന്നു. അപ്പോൾ അതിഥി എന്ത് വേണം? സൽക്കരിക്കണം, തൃപ്തിപ്പെടുത്തണം. അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. അതിഥിയെ സൽക്കരിക്കണം, എങ്കിൽ മാത്രമേ ഗുണമുണ്ടാവുള്ളൂ. അതിഥിയെ ദുഃഖിച്ച് പോയി കഴിഞ്ഞാൽ ആ വീട്ടിന് ദോഷം എന്നാണ് പുറത്ത്. അതിഥിയായിട്ട് വരുന്നുണ്ടോ നല്ലോണം തൃപ്തിപ്പെടുത്തി വിട്ടേക്കണം. അപ്പോൾ ഇത് ദേവനാണോ അസുരനാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിങ്ങളുടെ അതിഥിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ കാര്യം നടത്തുന്നത്. നിങ്ങൾക്ക് മംഗളം ഉണ്ടാകട്ടെ, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം മംഗളം ഉണ്ടാകട്ടെ. മകനെ എന്ന് വിളിച്ചിട്ട് അവർ നിങ്ങൾ കൊച്ചുകുട്ടി, ചെറിയ ബാലനാണ്, അല്ലെങ്കിൽ യുവാവാണ്. കാരണവന്മാരുടെ കാലോചിതമായ ആഗ്രഹം നിറവേറ്റപ്പെടണം. നമ്മുടെ കാരണവന്മാരുടെ കാലോചിതമായ ആഗ്രഹം നിറവേറ്റപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 28 പറയുകയാണ്, പിതാക്കന്മാർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നത് പുത്രന്മാരുടെ പ്രധാന ധർമ്മമാണ്. നീ ഒരു പുത്രനാണ്, നിങ്ങളെ പിതാക്കന്മാരുടെ എല്ലാ വംശപരമ്പരയിൽപ്പെട്ടമാതിരി കാര്യങ്ങൾ ചെയ്യുക എന്നത് പുത്രന്മാരുടെ ധർമ്മമാണ്. സാധാരണ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ പിതാക്കന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. പിന്നെ ബ്രഹ്മചാരിയായ നിന്റെ കാര്യം പറയേണ്ട ആവശ്യമല്ലോ, കാരണം ഇവനൊരു ബ്രഹ്മചാരിമാര് ജീവിക്കുകയാണ്. സാധാരണ മക്കൾ തന്നെ അത് ചെയ്യണം. അപ്പം പിന്നെ നിന്നെ പോലെയുള്ളവരുടെ പ്രധാന ധർമ്മമാണ് പൂർവികരുടെ പിതാക്കന്മാരുടെ എല്ലാം വഴിയെ സഞ്ചരിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക. ഇനി 29-30 ഓദിക്കുന്നവരെ വേദസ്വരൂപമാണ്. എന്തെങ്കിലും ജ്ഞാനമെല്ലാം കൈമാറുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേദത്തിൻ്റെ സ്വഭാവമാണുള്ളത്. വേദം ശാസ്ത്രമാണ്. ആരെങ്കിലും ശാസ്ത്രതത്വങ്ങൾ കൈമാറുന്നവരെ അവർ വേദസ്വരൂപമാണ്. അച്ഛൻ
ബ്രഹ്മദേവന്റെ സ്വരൂപമാണ്. ഇങ്ങനെയെല്ലാം കാണുമെന്നാണ് പറയുന്നത്. അച്ഛനെ ബ്രഹ്മദേവന്റെ സ്വരൂപനായിട്ട് കാണും. അച്ഛൻ എന്ന് പറഞ്ഞാൽ വേറെ ആ തരത്തിലൊന്നും കണ്ടേക്കരുത്. അസുരരാണെന്നോ ദേവന്മാരാണെന്നോ ആ തരത്തിലൊന്നും കണ്ട. അച്ഛനെ ബ്രഹ്മദേവനായിട്ട് കാണും. സഹോദരങ്ങളെ ദേവേന്ദ്ര സ്വരൂപമായിട്ട് കാണും. അമ്മയെ ഭൂമിദേവിയായിട്ട് കാണും. അതായത് വിഭാഗീയതയൊന്നും പാടാറില്ല. എല്ലാവരും അമ്മയെ ഭൂമിദേവിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയതയൊന്നും വരില്ല. അതുകൊണ്ട് അങ്ങനെ ദേവന്മാരെ അസുരന്മാരെ ഒന്നും ചിന്തയൊന്നും നീ വെച്ച് പുലർത്തുന്നതാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരിയെ ദയയുടെ സ്വഭാവമായിട്ട് കാണും. സഹോദരിയെ വിരുന്നു വന്നവർ ധർമ്മദേവന്റെ സ്വരൂപമാണ്. ആരെങ്കിലും വിരുന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവർ വിരുന്നു വന്നതാണല്ലോ, അപ്പം ധർമ്മദേവനായിട്ട് കാണും. അതിൻ്റെ സ്വരൂപമായിട്ട് കാരണം പരിചയമില്ലാതെ വന്നു കയറിയവരാണെങ്കിലും അഗ്നിസ്വരൂപമാണത്. പരിചയമില്ലാതെ ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിലും അവരെ അഗ്നിയായിട്ട് കാണണം. അഗ്നിയെ വിളിക്കാതെ തന്നെ എവിടത്തും കയറി വരും. സകല ജീവജാലങ്ങളെയും പരമാത്മാവിൻ്റെ സ്വരൂപത്തിൽ കാണുന്നു. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും പരമാത്മാവായി കാണും. അങ്ങനെ പരമാത്മാവായി കണ്ടു കഴിഞ്ഞാൽ പിന്നത്തില്ല നമ്മൾ വന്നിരിക്കുന്ന ദേവന്മാരാണെന്ന് അങ്ങനെ ഇടുങ്ങിയ ചിന്തയിലൊന്നും കണ്ട. നമ്മളെല്ലാം പരമാത്മാവിൻ്റെ അംശങ്ങളാണ് എന്നാണ്. കാരണം ഇവൻ ബുദ്ധിമാനാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഉപദേശിക്കുകയാണ് എല്ലാത്തിനെയും ബ്രഹ്മമായിട്ട് അങ്ങ് കണ്ടേച്ചാൽ മതി. അപ്പം പിന്നെ നമ്മളെ ദേവന്മാർ വന്ന് ചോദിക്കുന്ന മാതിരിയൊന്നും തോന്നില്ല. എല്ലെങ്കിലും അതിഥിയായി വന്നു കഴിഞ്ഞാൽ സാധിപ്പിച്ചു കൊടുക്കേണ്ട ധർമ്മമെല്ലാം ഉണ്ട്. നമ്മളെ പൂർവികരെല്ലാം അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നീയും അതുപോലെ ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് 31 പറയുകയാണ്, അതുകൊണ്ട് എന്ത് വേണം? ദുഃഖിതരായ പിതാസ്ഥാനീയരായ നമ്മൾ നിങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനീയരായിട്ട് നമ്മളെ കണ്ടിട്ട് ശത്രുക്കളിൽ നിന്നും നേരിടുന്ന അവമതിയാകുന്ന ദുഃഖത്തെ, നമ്മളിപ്പോൾ ശത്രുക്കളെ കൊണ്ട് ഭയങ്കര ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുടെ തപോബലത്താൽ നീക്കിക്കളഞ്ഞിട്ട് ഞങ്ങളുടെ നിവേദനം സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മളെ പിതാമഹന്മാരെ പോലെയെല്ലാം കണ്ടിട്ട്, നീ ചെറിയ കുട്ടിയല്ലേ, നമ്മളെല്ലാം പിതാമഹന്മാരായിട്ട് പണ്ട് ബ്രഹ്മാവിൽ നിന്ന് കയറി വന്നതാണല്ലോ. നമ്മളെല്ലാവരും ഒന്നായിട്ട് കണ്ടിട്ട് നമ്മളുടെ ദുഃഖം ഒന്ന് മാറ്റിത്തരണം നിന്റെ തപശക്തിയാൽ. 32 ബ്രഹ്മജ്ഞാനിയും ബ്രാഹ്മണനും, നീ ബ്രഹ്മജ്ഞാനിയാണ്, നിനക്ക് എല്ലാ ജ്ഞാനവും കഴിഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണനാണ്, ബുദ്ധിമാനാണ്, ഗുരുസ്ഥാനത്തുള്ളവനുമാണ്. നിന്നെ നമ്മൾ ഗുരുവായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഗുരുസ്ഥാനത്തിന് യോഗ്യനാണ് നീ. നിന്നെ ആചാര്യനായി നമ്മൾ വരിക്കുന്നു. നിന്നെ നമ്മൾ ആചാര്യനായിട്ട് വരിക്കുകയാണ്. നിന്റെ ബുദ്ധിശക്തിയുടെ ശത്രുക്കളെ അനായാസേന ഞങ്ങൾ വിജയിക്കും. അപ്പം നിന്റെ ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ ശത്രുക്കളെ നമ്മൾ ഒരായാസവും കൂടാതെ നിന്റെ ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചോളൂ. അതിനെങ്ങനെ യുദ്ധം നടത്താനുള്ള കഴിവെല്ലാം നമുക്ക് ഉണ്ട്. നിന്റെ ബുദ്ധിശക്തി മാത്രം നമുക്ക് മതി. 33 പറയുകയാണ്, പ്രയോജനമുള്ളപ്പോൾ പ്രായം കുറഞ്ഞവരുടെ കാൽ പിടിക്കുവാൻ അറിവുള്ളവർ മടിക്കില്ല. നല്ല ബുദ്ധിയുള്ളവർ ആവശ്യം വരുമ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുന്നതിനൊന്നും മടിക്കൊന്നുമില്ല. വേദശാസ്ത്രജ്ഞാനം ഒഴിച്ചുള്ള മറ്റുള്ളതിനാണ് വേദശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസ് ഒഴിച്ചിട്ടുള്ള മറ്റുള്ളവരാണ് മൂപ്പ് ജ്യേഷ്ഠത്വത്തിൽ ഹേതുവാകുന്നത്. സാധാരണ കാര്യങ്ങൾക്കെല്ലാം ജ്യേഷ്ഠൻ തന്നെയാണ്, മൂത്താളാണ് ജ്യേഷ്ഠൻ. ഇപ്പം എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നവർ സാധാരണ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അംഗീകരിക്കണം. അവനാണ് ജ്യേഷ്ഠൻ, അവൻ പറയുന്നവന്മാർ തീരുമാനിക്കണം. പക്ഷേ ശാസ്ത്രത്തിനത് ബാധകമല്ല, സയൻസിനത് ബാധകമല്ല. ശാസ്ത്രതത്വങ്ങൾക്ക് അല്ലെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചേട്ടന് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെറിയ കുട്ടികളായാലും ആർക്കാണോ ശാസ്ത്രജ്ഞാനമുള്ളത് അവരുടെ കാര്യത്തിൽ ചേട്ടൻ അവരത് തന്നെയാണ്, അവരാണ് നയിക്കേണ്ടത്. അല്ല മറ്റുള്ള കാര്യത്തിലെല്ലാം ചേട്ടൻ തന്നെ, അതിലൊരു സംശയവും ഇല്ല. അതുകൊണ്ട് മറ്റുള്ള കാര്യത്തിൽ
വയസ്സ് മൂപ്പ് ജ്യേഷ്ഠത്വത്തിന് ഹേതുവാകുന്നില്ല. ഏതില്? ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ. അറിവ്, ഒരു വിഷയത്തിലുള്ള അറിവിൻ്റെ കാര്യത്തിൽ, ശാസ്ത്രം പഠിച്ച ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ കാര്യത്തിൽ ജ്യേഷ്ഠൻ എന്നത് ആ നിലയിൽ വരില്ല. ഈ പ്രായം കുറഞ്ഞവനാണെങ്കിലും അവൻ തന്നെയാണ് ജ്യേഷ്ഠന് സമാനം. ഇപ്പം 34 ശുകൻ പറയുകയാണ്, ഇതെല്ലാം ശ്രവിച്ച വിശ്വരൂപൻ സന്തുഷ്ടനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് പറയുകയാണ് 35 ആര്? വിശ്വരൂപൻ പറയുകയാണ്, സന്തോഷപൂർവ്വം അതെല്ലാം സ്വീകരിച്ചുകൊണ്ട്, അവരുടെ റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ധർമ്മനിഷ്ഠയുള്ള സജ്ജനങ്ങൾക്ക് നിന്ദിതമായതാണ് പുരോഹിത സ്ഥാനം. ഈ പുരോഹിത സ്ഥാനം എന്ന് പറയുന്നത് നമ്മളെന്തോ വലിയതായിട്ട് കണ്ടിട്ടുണ്ട്. അത് നിന്ദിതമാണ്. സജ്ജനങ്ങൾക്ക്, ധർമ്മനിഷ്ഠയായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുരോഹിത സ്ഥാനം നല്ലതല്ല. ഒരാളുടെ പുരോഹിതനായിട്ട് മാറുമ്പോൾ ആ പക്ഷം പിടിച്ചുകൊണ്ട് പലതും ചെയ്യേണ്ടതായി വരും. പുരോഹിതൻ്റെ മാതിരിയാണ് ഇപ്പം ധൃതരാഷ്ട്രയുടെ മന്ത്രിസഭയിൽ ഗുരുവായാലും ഭീഷ്മരായാലും ആ മുകളിലുള്ളവർ ശരിയല്ലെങ്കിൽ അതിനെല്ലാം കൂട്ടു നിൽക്കേണ്ടതായി വരും. നല്ല ആൾക്കാർക്ക് പറ്റിയതല്ല പുരോഹിത സ്ഥാനം. അവരൊരു പക്ഷം പിടിച്ചിട്ട് ആ ഏതിൻ്റെ പുരോഹിത സ്ഥാനമാണോ വഹിക്കുന്നത് അതിൻ്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട് സ്വന്തം അഭിപ്രായങ്ങളെ മാറ്റിമറിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള സജ്ജനങ്ങൾക്ക് നിന്ദിതമാണ് പുരോഹിത സ്ഥാനം. അദ്ദേഹത്തിന് പുരോഹിത സ്ഥാനം ഇഷ്ടമൊന്നുമില്ല. ബ്രഹ്മചേതസ്സിനെ അത് ഇല്ലാതാക്കും. ബ്രഹ്മചേതസ്സിനെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്ക് ഒരു തേജസ്സുണ്ട്. ഇയാൾ ആ തേജസ്സുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മതേജസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നിർഗുണമാണ്. എല്ലാറ്റിനെയും ന്യൂട്രലായി നിന്നുകൊണ്ട് സ്വതന്ത്ര ചിന്തയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പുരോഹിത സ്ഥാനം നിത്യമാണ്. എങ്കിലും ലോകപാലകരായ നിങ്ങൾ നേരിട്ട് അപേക്ഷിക്കുകയാൽ എൻ്റെ നിലവിലുള്ള ശിഷ്യൻ എന്ന നിലയിൽ, ഇന്നത്തെ നിലയിൽ ശിഷ്യൻ എന്ന നിലയിൽ എനിക്കത് തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങൾ വന്നിട്ട് എന്നോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് പ്രായവും കുറവാണ്. എല്ലാം തികഞ്ഞ നിങ്ങൾ വന്നിട്ട് എന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ നിലയിലുള്ള ഒരു ശിഷ്യന്, ഞാനൊരു താഴ്ന്ന നിലയിലുള്ള ഒരാൾ, അത് പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ വലിയ മഹാന്മാർ വന്നിട്ട് നമ്മളോടൊരു ചെറിയ കാര്യം, നമ്മളടുത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സമൂഹത്തിലൊരു താണ ആളായിരിക്കും. അത് നമ്മളെങ്ങനെയാണ് നിഷേധിക്കുക? പറ്റില്ല. ആ നിലയിൽ എനിക്കത് സ്വീകരിക്കേണ്ടി വരും. 36 ഒന്നുമില്ലാത്തവർക്ക് ശീലവും സത്യവും തന്നെയാണ് ധനം. അപ്പം സാധാരണ നിലയിൽ ഒരാളുടെ, നല്ലൊരു വ്യക്തിയുടെ ധനം എന്ന് പറയുന്നത് നല്ല ശീലങ്ങളും സത്യധർമ്മത്തിനനുസരിച്ചിട്ടുള്ള നീക്കവുമാണ്. പക്ഷെ പരിപാടിക്ക് അത് പറ്റില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ സാധു സൽക്കാരത്തോടു കൂടി വർത്തിക്കുന്ന ഞാൻ ഗൃഹസ്ഥാശ്രമത്തിൽ സാധു സൽക്കാരത്തോടുകൂടി സാധുക്കളെല്ലാം സൽക്കരിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന സൽക്കാരത്തിൽ വർത്തിക്കുന്ന ഞാൻ നിന്ദനീയമായ പുരോഹിതം എങ്ങനെ സ്വീകരിക്കും? അങ്ങനെയുള്ള ഞാൻ ഈ നിന്ദനീയമായ, ഈ മോശമായ പുരോഹിത സ്ഥാനം എങ്ങനെ സ്വീകരിക്കും? ആ കർമ്മത്തെ ദുഷിച്ച ബുദ്ധിയുള്ളവർ മാത്രമേ അഭിനന്ദിക്കൂ. പുരോഹിതന്മാരെ അഭിനന്ദിക്കുന്നത് ആ കർമ്മത്തെ ദുഷിച്ച ബുദ്ധിയുള്ളവർ മാത്രമാണ്. പുരോഹിതന്മാരെ വലിയതായിട്ട് കാണുന്നത് ദുഷിച്ച ബുദ്ധിയുള്ളവരാണ്. പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ
ഏതെങ്കിലും ഒന്നിൻ്റെ ആയിരിക്കും പൗരോഹിത്യമാണല്ലോ ഉണ്ടാവും, ഏതെങ്കിലും ഒന്നിൻ്റെ. അപ്പം ആ പക്ഷത്ത് ചേർന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുക. അവർക്ക് സത്യധർമ്മങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് തന്നെ ചിന്തിച്ചു നോക്കൂ. വേദങ്ങൾ പറയുന്നത് എന്താണ്? എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണണം. എല്ലാ മതങ്ങളും പറയുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെന്താണ് വ്യത്യാസം? പലതാകുന്നത് എങ്ങനെയാണ്? ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അള്ളയും യഹോവയും ബ്രഹ്മവും എല്ലാം ഒന്ന് തന്നെയാണ്. അവരുടെ മക്കളാണ് ഈ ലോകത്തിൽ. അതിൽ വിഭാഗീയതയില്ല ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്ക്. പിന്നെ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ ഓരോ മതക്കാരും ചിന്തിക്കും എൻ്റെ ഈശ്വരൻ വേറെയാണ്, അവൻ്റെ ഈശ്വരൻ വേറെയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പൗരോഹിത്യം അതുകൊണ്ടാണ് നിന്ദിതമാണ്. വളരെ ചെറിയ ബുദ്ധിയിലൂടെ ഒന്ന് ചിന്തിച്ചു, ഒരൊറ്റ ഈശ്വരനെ ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാണ് ഈശ്വരൻ 2, 3 ആകുന്നത്? നിന്റെ ഈശ്വരനല്ല, എൻ്റേതല്ല, ഇനി എങ്ങനെ പറയുന്നത്? എല്ലാം ഈശ്വരൻ ഒന്നാണ്. അപ്പൊ ആ ഈശ്വരന്റെ മക്കൾ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. അതിൽ പിന്നെ വിഭാഗീയത പാടില്ല. ഭാഷയിൽ വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് വേദങ്ങൾ പറയുന്നത്. ഓരോ ഭാഷയിൽ ഓരോ കാലത്ത് അവരവരുടെ ശിഷ്യന്മാർക്ക് ഓരോ തരത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കും. ആ വ്യത്യാസം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ ബുദ്ധിയുള്ളവര് എല്ലാം ഒന്നായി കാണും. എല്ലാം യേശുവും അള്ളാഹും യേശുവും ബ്രഹ്മവും മൂന്നാണെങ്കിൽ വേദങ്ങൾ പറയുന്നത്, ഈ മതഗ്രന്ഥങ്ങൾ പറയുന്നത് മുഴുവൻ തെറ്റാണ്. കാരണം ഒറ്റ ഈശ്വരനെ ഉള്ളൂ എന്ന് എങ്ങനെയാ പറയുക? അപ്പം പറയണ്ടേ 3 എണ്ണ ഉള്ളത്? ഒന്നേ ഉള്ളൂ എങ്കിൽ ഇത് 3 ഒന്നായല്ലേ പറ്റൂ. അതാർക്കേ ചിന്തിക്കാൻ പറ്റുള്ളൂ? ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. അല്ല, പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ അവരവരുടെ മതങ്ങൾക്കനുസരിച്ച് ഇതാണ് ശരി, മറ്റേത് ദൈവമൊന്നുമല്ല, ദൈവം ഇതേ ഉള്ളൂ, അത് വേറെ ദൈവമാണ് എന്നെല്ലാം പറയാൻ തുടങ്ങും. അപ്പം അതിൻ്റെ പക്ഷം പിടിച്ചിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമുക്കെന്ത് പറ്റാത്തത്? നമുക്ക് ദൈവങ്ങൾ പലതുണ്ട് എന്ന ചിന്തയിൽ പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൗരോഹിത്യം വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. വേദങ്ങൾ പറയുന്നത് ഈശ്വരൻ ഒന്നേയുള്ള നിർഗുണമായ ബ്രഹ്മമാണ്. അല്ലാതെ ദേവതകളൊന്നും ഈശ്വരനല്ല. ദേവതകൾ വേറെ, ഈശ്വരൻ വേറെ. പക്ഷേ നമുക്കതങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? നമ്മുടെ പഠിപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന് അത് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നുള്ള പൗരോഹിത്യവും ആ തെറ്റിനെ തന്നെ പിടിച്ചു പോവുകയാണ്. അപ്പം പൗരോഹിത്യം എന്ന് പറയുന്നത് നല്ല പരിപാടിയല്ല. അത് ആ കർമ്മത്തെ ദുഷിച്ച ബുദ്ധിയുള്ളവർ മാത്രമേ അഭിനന്ദിക്കൂ. എന്നിരിക്കലും 37 പറയുകയാണ്, ഗുരുജനങ്ങളാൽ അഭ്യർത്ഥിക്കപ്പെട്ട കാര്യം ഞാൻ മറത്തു പറയുന്നില്ല. പക്ഷേ ഗുരുജനങ്ങളെപ്പോലെ ഞാൻ ചെറിയൊരുത്തനാണ്. നിങ്ങൾ ഗുരുജനങ്ങൾക്ക് സമാനമായ വലിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ മറത്ത് പറയുന്നില്ല. ഭവാന്മാരുടെ അഭ്യർത്ഥന എൻ്റെ ജീവനെ കൊണ്ടും എൻ്റെ കൈമേലുള്ള ഉപകരണങ്ങളെ കൊണ്ടും ഞാൻ നിറവേറ്റിത്തരാം. അതുകൊണ്ട് എൻ്റെ ജീവനെ കൊണ്ട് എന്നാൽ കഴിയുന്ന തരത്തിൽ എൻ്റെ സ്ഥാനയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിത്തരാം. അങ്ങനെ 38 പറയുകയാണ്, വലിയ തപോബലമുള്ള വിശ്വരൂപൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ആ പുരോഹിത സ്ഥാനം സ്വീകരിച്ചു. അങ്ങനെ അവരുടെ പുരോഹിത സ്ഥാനം സ്വീകരിച്ചു. 39 പറയുകയാണ്, സമർത്ഥനായ വിശ്വരൂപൻ ശുക്രാചാര്യരുടെ മന്ത്രവിദ്യയാൽ സുരക്ഷിതമായ അസുരന്മാരുടെ ഐശ്വര്യത്തെ ശുക്രാചാര്യരുടെ മന്ത്രം, ശുക്രാചാര്യരുടേതായ അസുര സ്വഭാവമുള്ള മന്ത്രങ്ങളാണ്.
ലോകത്തെ പിന്നോട്ടേക്ക് നയിക്കുന്ന ആസുര സ്വഭാവമാണ്. ശുക്രൻ ഭൗതിക ഗ്രഹമാണ്, ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്, ആസുര സ്വഭാവം കൂടുതലാണ്. അപ്പൊ റിയാക്ഷനാണ്. അപ്പൊ അതിനുള്ള മന്ത്രവിദ്യയാൽ സുരക്ഷിതമാക്കിയിരിക്കുകയായിരുന്നു ശുക്രാചാര്യരാരെ അസുരന്മാരുടെ ഐശ്വര്യം. അതിലൂടെയാണ് അസുരന്മാർക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുത്തത്. അതിനെ വൈഷ്ണവവേദ മന്ത്രത്താൽ, വൈഷ്ണവവേദം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ലോകത്തെ എങ്ങോട്ടേക്ക്, വൈഷ്ണവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷ്ണുവിൻ്റെ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വിഷ്ണുവാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. വിഷ്ണുവിന് ശ്രീഹരിക്കാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പം ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് പ്രവർത്തിക്കുന്നവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ രജോ ഗുണം. തമോ ഗുണം കാലത്തെ പിന്നോട്ടേക്ക് അടിക്കുന്നത്, അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ, റിയാക്ഷൻ. ആ റിയാക്ഷനാണ് അസുരൻ. ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന അതായത് പുരോഗതിയിലേക്ക് നയിക്കുന്ന വിഷ്ണുവിൻ്റെ ആ മന്ത്രത്താൽ, അതായത് ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ എന്ത് ചെയ്തു? ഈ ഐശ്വര്യമെല്ലാം തട്ടിയെടുത്ത് ദേവന്മാർക്ക് കൊടുത്തു. ആര്? ഈ വിശ്വരൂപൻ. അതായത് അസുരന്മാരെ തോൽപ്പിച്ചിട്ട് കാലത്തെ മുന്നോട്ടേക്ക് നയിച്ചു. ഇനി 40 യാതൊരു വേദവിദ്യയാൽ ദേവേന്ദ്രന് അസുരസേനയെ ജയിക്കുവാനായോ, അതായത് ശാസ്ത്രത്തിൻ്റെ നിലയിലാണ് ലോകത്തെ ഇനി മുന്നോട്ടേക്ക്, സൃഷ്ടിക്രമത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ആര്? ദേവന്മാർ, ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ. അപ്പം ഏതൊരു വേദവിദ്യയാൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പം ലോക സൃഷ്ടിയെ പറ്റിയാണ് കഴിഞ്ഞാലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പുരോഗതി. ലോകം മുന്നോട്ടേക്ക് പുരോഗമിക്കുമ്പോൾ ആ ക്രമത്തിൽ വേദങ്ങളുടെ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത്. അങ്ങനെയാണ് പിന്നോട്ടേക്ക് അടുപ്പിക്കുന്ന അസുരസേനയെ ജയിച്ചുവോ ദേവേന്ദ്രൻ, എങ്ങനെ അസുരസേനയെ ജയിച്ച് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചുവോ ആ വിദ്യയാണ് വിശ്വരൂപൻ ദേവേന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തത്. അപ്പം വേദങ്ങളുടെ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുവാനുള്ള ആ ശാസ്ത്ര തത്വങ്ങൾ ദേവേന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തു. അതിൻ്റെ ഫലത്താൽ കാലത്തെ പിന്നോട്ടെടുക്കടുപ്പിക്കുന്ന ശത്രുക്കളെ, ഭൗതിക സുഖിക്കാൻ വേണ്ടി നടക്കുന്ന വിഭാഗത്തിൻ്റെ അസുരരെ പിന്നോട്ടേക്ക് തള്ളി മാറ്റിക്കൊണ്ട്, അവരെ തോൽപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വിദ്യയാണ് ആര്? വിശ്വരൂപൻ ദേവേന്ദ്രന് ഉപദേശിച്ച് കൊടുത്തത്. അതിലൂടെ കാലം മുന്നോട്ടേക്ക് പോകാൻ, ദേവന്മാർ ജയിച്ചു, കാലം മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി.